ഹലോ. ഇന്ന് നമ്മുടെ ഗാർഡനിൽ വിരിയാൻ മടിച്ച് നിന്നിട്ട് വിരിഞ്ഞ കുറച്ച് സുന്ദരി റോസുകളുടെ വീഡിയോ ആണ്. കുറച്ച് ദിവസമായല്ലേ നിങ്ങൾ സെയിൽ വീഡിയോ കണ്ടിട്ട്. നമുക്ക് ലോഡ് വന്നിട്ടില്ല, ലോഡ് എത്തിയിട്ടില്ല. നമ്മുടെ മെയിൻ ഗാർഡനിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റോസുകൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ കുറച്ച് റോസുകളൊക്കെ മുട്ടുകളായിട്ടൊക്കെ എടുത്ത് തിന്ന കുറച്ച് റോസുകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സെയിൽ വീഡിയോ ആയിട്ട് ഇടുന്നതൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട റോസുകൾ ഏതാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ്, അതുപോലെ കുറച്ച് പെൻഡിങ്ങിലൊക്കെ കിടക്കുന്ന പാക്കിങ്ങുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില റോസുകളൊന്നും നമുക്ക് ലോഡിൽ എത്താത്തതുകൊണ്ടാണ് അയക്കാത്തത്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞവരുണ്ടാവാം. പക്ഷേ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ വ്യക്തമായിട്ട് ഓർഡർ എടുക്കുന്ന സമയത്ത് 20 ഡേയ്സ് എന്ന് കൊടുക്കാറുണ്ട്. ഈ 20 ഡേയ്സ് തന്നെ നമുക്ക് 20 ഡേയ്സിൽ തന്നെ പ്ലാൻസ് ചില സമയത്ത് കൊടുക്കാൻ സാധിക്കാറില്ല. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ആ റോസിൻ്റെ സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് നമ്മൾ വരുന്നതും അനുസരിച്ചുമാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡിലേ വരാറ്. അല്ലാതെയുള്ള 20 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാക്കിങ് ഒക്കെ റോസ് അവൈലബിൾ ആണെങ്കിൽ കറക്റ്റായിട്ട് പാക്കിങ് പോകാറുണ്ട്. പിന്നെ ഓർഡറുകൾ കൂടുതലുള്ള സമയത്തൊക്കെയാണ് ഒരു ദിവസം ഇത്ര പാക്കിംഗ് ഒക്കെ പറ്റുള്ളൂ. കാരണം പാക്കിങ് ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴാണ് മിക്ക വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബ്രദറൊക്കെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ നമ്മളെപ്പോഴും വലിയ റോസുകളാണ് പാക്ക് ചെയ്യുന്നത്. ഒരു റോസ് പാക്ക് നമുക്ക് പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ പറ്റിയ കാര്യമൊന്നുമില്ല. ഒരു റോസ് പാക്ക് ചെയ്യാൻ തന്നെ നല്ല ടൈം എടുക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പാക്കിങ് ഒരു ദിവസം വളരെ കുറച്ച് റോസുകൾ മാത്രം ഇപ്പോൾ ചെയ്യണത് കേട്ടോ. കാരണം എനിക്ക് കാലിലൊക്കെ നല്ല ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അത് എനിക്ക് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പതുക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കാര്യങ്ങൾ. അപ്പോൾ ഈ പുതിയതായിട്ട് ഓർഡർ തരുന്നവർ 20 ദിവസം ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണ്. അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പിൽ എല്ലാ മെസ്സേജും കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെ വിട്ടു പോകുമല്ലോ എന്നോർത്താണ് ഓൾറെഡി ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോട്ടോസ് അയച്ചു തരണം. ഇതൊന്നും ആരും ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ റൂളാണ്, നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിക്കഴിയുമ്പോൾ പ്ലാന്റ് ഏത് കണ്ടീഷനിലാണ് അവിടെ വരുന്നതെന്ന് ഫോട്ടോ അയച്ചു തരണം. അത് കഴിഞ്ഞ് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എങ്ങനെയാണ് പ്ലാന്റ് അതിങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഓൾറെഡി അതൊക്കെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ ആരും ചെയ്യുന്നില്ല. അതൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഈ 20 ദിവസം ആകുന്നതിന് മുന്നേ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാതെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്യുന്ന സെയിൽ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. ആ സെയിലിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഗ്രീറ്റിംഗ് മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഗാർഡനിൽ വിരിയാനായിട്ട് കുറച്ച് ലേറ്റായ ഒരാളാണ്. നല്ല വലിപ്പമുള്ള ക്ലൈമ്പിംഗ് റോസാണ് കേട്ടോ. വലിയ പൂവാണ്, നല്ല ഭംഗിയുള്ള റോസാണ്. വിരിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് ദിവസം നിൽക്കുന്ന ഒരു റോസാണ്. അതായത് ആ പൂവ് കുറച്ച് ദിവസം നിൽക്കും. വിരിയുന്ന ഓരോ സമയത്തും അപ്പം ഇങ്ങനെ ഈ വിരിയാൻ മടിക്കുന്ന റോസുകൾക്ക് ഓരോ സമയത്തും ഓരോ ആകൃതിയാണ് പൂക്കൾക്ക്. മൊട്ടിന് വിരിഞ്ഞ് തുടങ്ങുമ്പോൾ നന്നായിട്ട് വിരിയുമ്പോൾ അങ്ങനെ നല്ല നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ഒരാളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗാർഡനിൽ കിട്ടുന്നതിൽ വിരിയാൻ ഏറ്റവും മടി കാണിക്കുന്ന ഒരു റോസാണിത്. ഞാൻ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇത് ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു നല്ല മഞ്ഞ നിറത്തിൽ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന റോസ് എന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ കാണിക്കുമ്പോൾ ആർക്കും അതിൻ്റെ സൗന്ദര്യമൊന്നും മനസ്സിലാവില്ല. യെല്ലോ റോസ് വരുന്നതിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ളൊരു റോസാ ചെടിയാണിത്. 2 ടൈപ്പിലാണ് ഫ്ലവർ. ഇതാണ് കേട്ടോ ആ സുന്ദരി. അപ്പോൾ എനിക്കത് വിരിഞ്ഞ് കിട്ടി. ഇതാണ് വിരിഞ്ഞ് അതിൻ്റെ ഒരു അഡൾട്ട് സ്റ്റേജ് എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് ഇത് കൊഴിയാറാവുമ്പോൾ ഉള്ളൊരു ഈ ഒരു നമ്മുടെ പീസ ലവിൻ്റെ സ്റ്റൈലിലാവും. പക്ഷേ പീസ ലവ് അല്ല, ഞാൻ പീസ ലവ് പോലെ ആവും എന്ന് പറഞ്ഞത് കളറാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച രീതിയിൽ കുറച്ച് ദിവസം നിന്നിട്ടാണ് പിന്നെ ഈ ഒരു ഇതിലോട്ട് ഫ്ലവർ മാറുന്നത്. പക്ഷെ അങ്ങനെ മാറിയാലും കണ്ടോ, ഇതുപോലെ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫ്ലവർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ തന്നെ കുറച്ച് ദിവസം നിന്നിട്ട് ലാസ്റ്റാണ്
നമ്മുടെ പീസ് ആൻഡ് ലവ് എന്ന് പറഞ്ഞാൽ ആ ഒരു കളറിലോട്ട് മാറുന്നത്, മെറൂൺ കളർ ഷെയ്ഡ് അതിലോട്ട് കയറി വരുന്നത്. അപ്പോൾ അടിപൊളി റോസാണ് കേട്ടോ അത് എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ഫ്ലവർ കാണിക്കാൻ പറ്റിയത്. പിന്നെ ഇതൊരു അടിപൊളി സുന്ദരിയാണ്. ചുമ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക, നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ്. അപ്പോൾ ഈ റോസൊക്കെ ഞാൻ ഇതിന് മുന്നേ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് നമ്മുടെ ഇതിന് മുന്നേ ഇട്ടേക്കുന്ന സെയിൽ വീഡിയോയിൽ. അപ്പോൾ അതിലൊന്നും ഇത്രയും പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ഇത് നമ്മൾ കൊടുക്കാനുള്ള പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ പൂവ് മൊട്ടൊക്കെ വിരിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഇട്ടെന്നുള്ളൂ. നമുക്ക് 2 പ്ലാന്റ് ഇതുള്ളൂ, 2 പ്ലാന്റും ഓർഡർ ആയതാണ്. അപ്പോൾ കൊടുക്കാൻ മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ പാക്കിങ് വൈകുന്നത് കൊണ്ട് നമ്മൾ മാറ്റി വെച്ചേക്കുവാണ്, പാക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും പൂക്കൾ വിരിഞ്ഞത് കാണാൻ പറ്റി. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന റോസുകളൊന്നും സെയിലിനുള്ളതല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അത് ഞാൻ വിട്ട് പറയുന്നത് നിങ്ങൾ സെയിലിനായിട്ട് ഇട്ടേക്കുന്നതെന്ന് വിചാരിച്ചിട്ട് മെസ്സേജ് അയക്കും. റിപ്ലൈ കണ്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഒരു റിപ്ലൈ തന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്, നമ്മളിത് പാക്കിങ്ങിനായിട്ട് വെച്ചേക്കുന്നതാണ്. പൂക്കൾ വിരിഞ്ഞേക്കുന്നത് കൊണ്ട് വീഡിയോ എടുത്തിട്ടതാണ്. ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയും വിരിയാൻ മടിച്ച് നിൽക്കുന്ന കുറച്ച് റോസുകളെന്ന്. വളരെ സുന്ദരികളായിട്ടുള്ള റോസുകളാണ് ഈ വിരിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്ന റോസുകൾ. പെറ്റൽസൊക്കെ കൂടുതലാണ്, പിന്നെ പെറ്റൽസിനൊക്കെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് ഇവർക്ക്. അതാണ് ഇവർ ഇത്രയും സമയം എടുക്കുന്നത് വിരിയാനായിട്ട്. പിന്നെ ഇതൊരു അടിപൊളി റോസാണ്. ഈ റോസും എന്താ നമ്മുടെ ആപ്രിക്കോട്ടിൻ്റെ ക്ലൈമ്പിംഗ് റോസാണ്. അപ്പം നമുക്കൊരു വലിയ പ്ലാന്റ് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ്. അതിലും പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. മൊട്ട ആയിരുന്നു കേട്ടോ, അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഓർഡർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഒരെണ്ണം കിട്ടിയോളൂ കേട്ടോ ഒരു പ്ലാന്റൊക്കെ. നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ റോസ് പ്ലാന്റൊക്കെ നമുക്ക് മെയിൻ ഗാർഡനിൽ നിന്ന് ഒരെണ്ണമൊക്കെ കിട്ടാറുള്ളൂ. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ പോലും ഒരു പ്ലാന്റ്, 2 പ്ലാന്റ്, 3 പ്ലാന്റ് അതിൽ കൂടുതൽ കിട്ടാറില്ല. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള റോസായിരുന്നു. പക്ഷേ എനിക്ക് നല്ല മണമുള്ള റോസാണ്. പക്ഷേ എനിക്കിത് എന്താ പറയുക, ആ പൂവ് വിരിഞ്ഞ സമയത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചെടികൾ വെച്ചേക്കുന്ന സ്ഥലത്ത് നല്ല വെയിലാണ്. അപ്പോൾ ആ പൂവ് വളരെ പഞ്ഞി പോലത്തെ പെറ്റൽസ്, അതിൻ്റെ നേച്ചർ അങ്ങനെയായിരുന്നു ആ ഫ്ലവറിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ വെയിലടിച്ച് പെട്ടെന്ന് അതൊന്ന് കരിഞ്ഞ ഒരു വാട്ടം, അതിൻ്റെ പെറ്റൽസിൻ്റെ അരികൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. പൊള്ളലേറ്റ പോലെയാണ് ആ ഫ്ലവർ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അത്രയും സുന്ദരിയായി വിരിഞ്ഞൊരു ഫ്ലവറായിരുന്നു അത്. നല്ല മണമുള്ള റോസാണ് കേട്ടോ. അതിൽ തേനീച്ചകളൊക്കെ നടക്കുന്ന കാണാം. നല്ല മണമുള്ള റോസാണ്. വലിയ ചെടിയാണ് കേട്ടോ ഇതൊക്കെ. ഇതെല്ലാം സെയിൽ വീഡിയോയിൽ ഇട്ട റോസുകൾ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം. അടുത്തതായി ഒരു ക്ലൈമ്പിംഗ് റോസാണ്. ഇതിപ്പോഴും വിരിഞ്ഞിട്ടില്ല ഈ റോസ്. നമ്മുടെ ഏതൻ റോസിൻ്റെയൊക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ട റോസ് തന്നെയാണ്. കുറച്ച് വിരിയാൻ കുറച്ച് പാടാട്ടോ ഇത്. ഇപ്പോഴും വിരിഞ്ഞിട്ടില്ല. നല്ല അടിപൊളി റോസാണ്, വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഇത് വിരിയോളെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഈ ഒരു റോസ്, ക്ലൈമ്പിംഗ് റോസിൻ്റെയൊക്കെ പ്രത്യേകത, ഇവർ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇലകൾ അതിനെ കണ്ടാൽ മനസ്സ് നിറയും, അത്രയും വലിപ്പമുള്ള ഇലകളോട് കൂടിയ റോസാണ് കേട്ടോ. അടുത്തത് ഈ ഒരു ക്ലൈമ്പിംഗ് റോസാണ്. ഇതും നല്ല മണമുള്ള റോസാണ്, നാടൻ റോസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും എന്താ നല്ല വിരിഞ്ഞു പോയി, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവർ വിരിഞ്ഞ് ഇതിപ്പോൾ കൊഴിയാറായി. നന്നായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് പണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു റോസാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. 3 ലൈറ്റ് ഷെയ്ഡാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം, എങ്ങനെയാണ് ഇവർ വിരിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നേരത്തെ എടുത്തതുണ്ട്, അത് കാണിച്ചു തരാം. ഇതിപ്പോൾ നന്നായിട്ട് വിരിഞ്ഞു പോയി. ഇതാണ് കേട്ടോ ആ റോസ്. എന്ത് ഭംഗിയാണല്ലേ. ഇത് വലിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയതിൽ നല്ല വലിപ്പമുള്ള വലിയ റോസുകളായിരുന്നു ഇതൊക്കെ. അത്രയും കൊതിയോടുകൂടി കൊണ്ടുവന്ന് ഗാർഡനിൽ വെച്ചതാണ്. പക്ഷെ നമുക്ക് വളർത്താനായിട്ട് പറ്റാത്തതുകൊണ്ട് സെയിലിടും. ഇങ്ങനെയുള്ള റോസുകളൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും സെയിൽ ചെയ്യാൻ ഭയങ്കര സങ്കടമാണ്. പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ കൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ വെക്കാറുണ്ട്. പക്ഷേ ഞാൻ സമ്മതിക്കാറില്ല. കാരണം
എനിക്കങ്ങനെ വളർത്താൻ പറ്റാത്തതുകൊണ്ട് അത് വേണ്ട, എന്തിനാണ് വെക്കുന്നത് എന്നുള്ള രീതിയിലാണ്. വളർത്താൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റോസുകൾ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ പുഴയുണ്ട്. അപ്പോൾ ഉപ്പുകാറ്റ് അടിക്കണതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും കുഴപ്പമില്ല, റോസ് പ്ലാന്റ്സ് കുറച്ച് പ്രശ്നമുണ്ട് പിടിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗാർഡനിൽ നിന്ന് ഇതിനേക്കാളും വലിയൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് വന്നാലും നടുവെന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ എൻ്റെ സംസാരത്തിലൊരു ചെറിയ ചേഞ്ച് തോന്നാം കേട്ടോ. അത് വേറെ ഒന്നുമല്ല, എനിക്ക് കോൾഡാണ്. നമുക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതിനൊരു ചെറിയ ഇതുണ്ട്, അതാണ് കേട്ടോ അങ്ങനത്തെ ഒരു സൗണ്ട് ചേഞ്ച് തോന്നുന്നത്. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചുമയും വരുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നത്. ഈ റോസ് ഒന്നും വിരിയാൻ പഠിക്കുന്ന റോസല്ല കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ച റോസുകളൊക്കെയാണ് അങ്ങനത്തെ സുന്ദരിമാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെയിൽ വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ.